ഒരിക്കൽ യേശു കർത്താവ് വഴിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണേണ്ടതിനൊരു മനുഷ്യൻ കാട്ടത്തിയുടെ മുകളിൽ വലിഞ്ഞു കയറി. ആ മനുഷ്യൻ്റെ പേര് ചുങ്കക്കാരൻ സക്കായി. യേശു കർത്താവ് ആ കാട്ടത്തിയുടെ അടുക്കൽ വന്നപ്പോൾ മുകളിലേക്ക് നോക്കി, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കും, നിന്നോടുകൂടെ അത്താഴം കഴിക്കും. യേശു കർത്താവ് സക്കായിയുടെ ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ സക്കായി യേശു കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മൾ മറ്റുള്ളവരെ നോക്കി പറയും, അവൻ വളരെ സമ്പാദ്യമുള്ളവനാണ്, അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. എന്നാൽ ഇവിടെ തൻ്റെ സമ്പാദ്യം വിട്ടുകളയുമ്പോഴാണ് സക്കായി അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവഹിതമില്ലാതെ പ്രവൃത്തിയിലൂടെ, ദൈവഹിതമില്ലാത്ത സമ്പാദ്യം നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റും, നമുക്ക് സ്വർഗരാജ്യം അടച്ചു കളയും. എന്നാൽ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ, കർത്താവിൻ്റെ ഹിതത്തിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് പറയാണ്, ഇവൻ അബ്രഹാമിൻ്റെ മകനാകിയാൽ ഈ ഭവനത്തിന് രക്ഷ വന്നു. തൻ്റെ സമ്പാദ്യം, ദൈവഹിതമില്ലാത്ത സമ്പാദ്യം വിട്ടുകളയാൻ സക്കായി തയ്യാറായപ്പോൾ യേശു കർത്താവ് പറയാണ്, ഈ ഭവനത്തിന് രക്ഷ വന്നു. ഈ പകൽക്കാലം ദൈവഹിതമില്ലാത്ത, ദൈവം ആഗ്രഹിക്കാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, അത് സമ്പത്താകാം, അത് സ്വഭാവമാകാം, നമ്മുടെ പ്രവൃത്തിയാകാം, നമ്മുടെ സഹോദരങ്ങളോടുള്ള കയ്പാകാം, അത് വിട്ടുകളഞ്ഞാൽ കർത്താവ് എന്നെ നോക്കി പറയും, ഇന്ന് ഈ ഭവനത്തിന്, ഇന്ന് നിനക്ക് രക്ഷ വന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.